തിരുനാളുകൾ എന്ന ബൈബിൾ പഠന പരമ്പരയിലേക്ക് സ്വാഗതം. രക്ഷാചരിത്രത്തിലെ വിവിധ തിരുനാളുകൾ പഠന വിഷയമാക്കുകയാണ് നമ്മൾ ഈ പ്രോഗ്രാമിലൂടെ ചെയ്യുന്നത്. ഇന്ന് നമ്മൾ പഠിക്കാൻ ആഗ്രഹിക്കുന്നത് യേശുവിൻ്റെ സമർപ്പണം അഥവാ ദേവാലയ പ്രവേശനം എന്ന് പൊതുവേ പറയാറുള്ള ഒരു തിരുനാളാണ്. അതിനെ മാതാവിൻ്റെ ശുദ്ധീകരണ തിരുനാളെന്നും വിളിക്കാറുണ്ട്. ഫെബ്രുവരി 2-ാം തീയതിയാണ് സഭ ഈ തിരുനാൾ ആഘോഷിക്കുന്നത്. ഇതിനടിസ്ഥാനമായി നിന്ന പ്രമാണം മോശയുടെ കൽപ്പന, ശിശു ജനിച്ച് 40-ാം ദിവസം ആ ശിശുവിനെ ദേവാലയത്തിൽ സമർപ്പിക്കണം എന്നതാണ്. ജനിക്കുന്നത് ആൺകുഞ്ഞാണെങ്കിൽ 40 ദിവസം, പെൺകുഞ്ഞാണെങ്കിൽ 80 ദിവസം. അതിലേക്ക് കടക്കുന്നതിന് മുൻപേ യേശുവിനെ സമർപ്പിച്ച ആ സംഭവവും അതിനോടനുബന്ധിച്ചുണ്ടായ കാര്യങ്ങളും നമുക്കൊന്ന് ആദ്യമേ വായിക്കാം. സുവിശേഷത്തിൽ നിന്ന് ലൂക്ക എഴുതിയ സുവിശേഷം 2-ാമത്തെ അധ്യായം 22 മുതൽ 35 വരെയുള്ള വാക്യങ്ങളാണ് ഞാൻ വായിക്കുന്നത്. മോശയുടെ നിയമമനുസരിച്ച് ശുദ്ധീകരണത്തിനുള്ള ദിവസങ്ങൾ പൂർത്തിയായപ്പോൾ അവർ അവനെ കർത്താവിന് സമർപ്പിക്കാൻ ജെറൂസലമിലേക്ക് കൊണ്ടുപോയി. കടിഞ്ഞൂൽ പുത്രന്മാരൊക്കെയും കർത്താവിൻ്റെ പരിശുദ്ധൻ എന്ന് വിളിക്കപ്പെടണം എന്നും ഒരു ജോഡി ചെങ്ങാലികളെയോ 2 പ്രാവിൻ കുഞ്ഞുങ്ങളെയോ ബലിയർപ്പിക്കണമെന്നും കർത്താവിൻ്റെ നിയമത്തിൽ പറഞ്ഞിരിക്കുന്നതനുസരിച്ചാണ് അവർ അങ്ങനെ ചെയ്തത്. ജെറൂസലമിൽ ശിമയോൻ എന്നൊരുവൻ ജീവിച്ചിരുന്നു. അവൻ നീതിമാനും ദൈവഭക്തനും ഇസ്രായേലിൻ്റെ ആശ്വാസം പ്രതീക്ഷിച്ചിരുന്നവനുമായിരുന്നു. പരിശുദ്ധാത്മാവ് അവൻ്റെ മേലുണ്ടായിരുന്നു. കർത്താവിൻ്റെ അഭിഷിക്തനെ കാണുന്നതുവരെ മരിക്കുകയില്ല എന്ന് പരിശുദ്ധാത്മാവ് അവന് വെളിപ്പെടുത്തിയിരുന്നു. പരിശുദ്ധാത്മാവിൻ്റെ പ്രേരണയാൽ അവൻ ദേവാലയത്തിലേക്ക് വന്നു. നിയമപ്രകാരമുള്ള അനുഷ്ഠാനങ്ങൾക്കായി ശിശുവായ യേശുവിനെ മാതാപിതാക്കന്മാർ ദേവാലയത്തിൽ കൊണ്ടുചെന്നു. ശിമയോൻ ശിശുവിനെ കയ്യിലെടുത്ത് ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് പറഞ്ഞു, കർത്താവേ, അവിടുത്തെ വാഗ്ദാനമനുസരിച്ച് ഇപ്പോൾ ഈ ദാസനെ സമാധാനത്തിൽ വിട്ടയക്കണമേ. എന്തെന്നാൽ സകല ജനതകൾക്കും വേണ്ടി അങ്ങ് ഒരുക്കിയിരിക്കുന്ന രക്ഷ എൻ്റെ കണ്ണുകൾ കണ്ടു കഴിഞ്ഞു. അത് വിജാതിയർക്ക് വെളിപാടിൻ്റെ പ്രകാശവും അവിടുത്തെ ജനമായ ഇസ്രായേലിൻ്റെ മഹിമയുമാണ്. അവനെക്കുറിച്ച് പറയപ്പെട്ടതെല്ലാം കേട്ട് അവൻ്റെ പിതാവും മാതാവും അത്ഭുതപ്പെട്ടു. ശിമയോൻ അവരെ അനുഗ്രഹിച്ചുകൊണ്ട് അവൻ്റെ അമ്മയായ മറിയത്തോട് പറഞ്ഞു, ഇവൻ ഇസ്രായേലിൽ പലരുടെയും വീഴ്ചയ്ക്കും ഉയർച്ചയ്ക്കും കാരണമാകും. ഇവൻ വിവാദ വിഷയമായ അടയാളമായിരിക്കും. അങ്ങനെ അനേകരുടെ ഹൃദയവിചാരങ്ങൾ വെളിപ്പെടും. നിൻ്റെ ഹൃദയത്തിലൂടെ ഒരു വാൾ തുളച്ചു കയറുകയും ചെയ്യും. ദൈവ വചനമാണ് നാം കേട്ടത്. സ്നേഹമുള്ളവരെ, യേശുവിൻ്റെ ആദ്യത്തെ ദേവാലയ പ്രവേശമായി ഇതിനെ നമുക്ക് വിശേഷിപ്പിക്കാം. ദേവാലയവുമായി ബന്ധപ്പെട്ട ഒരുപാട് സംഭവങ്ങൾ സുവിശേഷം രേഖപ്പെടുത്തുന്നുണ്ട് യേശുവിൻ്റെ ജീവിതത്തിൽ, പ്രത്യേകിച്ചും ലൂക്കായുടെ സുവിശേഷത്തിൽ. സുവിശേഷം ആരംഭിക്കുന്നത് തന്നെ ദേവാലയത്തിലാണ്. സഖറിയ ബലിയർപ്പിക്കുന്നു, ജനം പുറത്ത് കാത്തു നിൽക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ലൂക്കാ സുവിശേഷം തന്നെ ആരംഭിക്കുന്നത്. പിന്നീട് 2-ാമത്തെ സംഭവം ഇവിടെയാണ്, ജെറൂസലമിലേക്കുള്ള യേശുവിൻ്റെ വരവ്, ദേവാലയ പ്രവേശനം. 2-ാമത്തെ അധ്യായത്തിൽ വീണ്ടും കാണും 12 വയസ്സായപ്പോൾ യേശു വീണ്ടും ദേവാലയത്തിലേക്ക് വരുന്നതായിട്ട് കാണും. അവസാനം ദേവാലയത്തിലാണ് നിർണായകമായ സംഭവങ്ങളൊക്കെ നടക്കുക. അപ്പോൾ യേശുവും ദേവാലയവുമായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ നമ്മൾ സുവിശേഷങ്ങൾ കാണും. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ നമ്മൾ യോഹന്നാൻ്റെ സുവിശേഷം പഠന വിഷയമാക്കുകയുണ്ടായി. ദേവാലയ പ്രതിഷ്ഠ, യേശു തന്നെയാണ് ദേവാലയം എന്ന് അന്ന് നമ്മൾ മനസ്സിലാക്കും. ദൈവം നമ്മോടുകൂടെ എന്നർത്ഥമുള്ള ഇമ്മാനുവേൽ നിന്ന് വിളിക്കപ്പെടും. പക്ഷേ ദൈവം നമ്മോടുകൂടെ വസിക്കുന്ന ആലയമാണ് യേശു. തൻ്റെ ശരീരമാകുന്ന ആലയത്തെക്കുറിച്ചാണ് അവൻ പറഞ്ഞത് എന്ന് യോഹന്നാൻ വിശേഷിപ്പിക്കുകയും ചെയ്യും. ആകട്ടെ, യേശു ആദ്യമായി ദേവാലയത്തിലേക്ക് പ്രവേശിക്കുകയാണ്. അതോടൊപ്പം നടക്കുന്ന ഒരു സംഭവം മാതാവിൻ്റെ ശുദ്ധീകരണമാണ്. ഇപ്പോൾ മാതാവിൻ്റെ ശുദ്ധീകരണവും ശിശുവിൻ്റെ സമർപ്പണവും ഒരുമിച്ച് നടക്കുകയായി. എന്താണ് ശുദ്ധീകരിക്കാനുള്ളത്? അമലോത്ഭവയായ ജനിച്ച മറിയം, പരിശുദ്ധാത്മാവിൻ പ്രത്യേക പ്രവർത്തനത്താൽ ഗർഭിണിയായവൾ, ഒരു പാപവും ഇല്ലാത്തവൾ, അവൾ ഇതിനെ ശുദ്ധീകരിക്കപ്പെടണമെന്ന് ചോദിക്കാം. യേശുവിൻ്റെ കാര്യത്തിൽ എന്നതുപോലെ മറിയത്തിൻ്റെ കാര്യത്തിലും എല്ലാ നിയമങ്ങളും പൂർണ്ണമായി അനുസരിക്കുകയാണ്. ദൈവം നൽകിയ നിയമങ്ങൾ അക്ഷരാർത്ഥത്തിൽ അവൾ അനുസരിക്കുന്നു. ഈ നിയമത്തെക്കുറിച്ച് പ്രത്യേകമായിട്ടൊന്ന് പറയുന്നുണ്ട്. മാതാക്കളുടെ ശുദ്ധീകരണത്തെക്കുറിച്ച് ലേവ്യരുടെ പുസ്തകം 12-ാമത്തെ അധ്യായത്തിൽ ഇപ്രകാരം കാണും. 12-ാമത്തെ അധ്യായം 6 മുതലുള്ള വാക്യങ്ങൾ. കുഞ്ഞ് ആണോ പെണ്ണോ ആകട്ടെ, ശുദ്ധീകരണത്തിൻ്റെ ദിനങ്ങൾ പൂർത്തിയാകുമ്പോൾ അവൾ കുഞ്ഞിനു വേണ്ടി 1 വയസ്സുള്ള ആട്ടിൻകുട്ടിയെ ദഹനബലിക്കായും 1 ചെങ്ങാലിയെയോ പ്രാവിൻ കുഞ്ഞിനെയോ പരിഹാര ബലിക്കായും സമാഗമ കൂടാരത്തിൻ്റെ വാതിൽക്കൽ പുരോഹിതൻ്റെ മുമ്പിൽ കൊണ്ടുവരണം. പുരുഷനാണെങ്കിൽ 40-ാം ദിവസം, പെൺകുഞ്ഞാണെങ്കിൽ 80-ാം ദിവസം ബലിയർപ്പിക്കാൻ കൊണ്ടുവരണം. അവൻ അവയെ കർത്താവിൻ്റെ സന്നിധിയിൽ അർപ്പിച്ച് അവൾക്കു വേണ്ടി പരിഹാരം ചെയ്യണം. അപ്പോൾ രക്തസ്രാവത്തിൽ നിന്ന് അവൾ ശുദ്ധയാകും. ഇതാണ് ആൺകുഞ്ഞിനെയോ പെൺകുഞ്ഞിനെയോ പ്രസവിക്കുന്ന സ്ത്രീക്കുള്ള നിയമം. ആട്ടിൻകുട്ടിയെ സമർപ്പിക്കാൻ അവൾക്ക് കഴിവില്ലെങ്കിൽ 2 ചെങ്ങാലികളെയോ 2 പ്രാവിൻ കുഞ്ഞുങ്ങളെയോ കൊണ്ടുവരട്ടെ. 1 ദഹനബലിക്കും മറ്റൊന്ന് പാപപരിഹാര ബലിക്കും. പുരോഹിതൻ അവൾക്ക് വേണ്ടി പാപപരിഹാരം ചെയ്യണം. അപ്പോൾ അവൾ ശുദ്ധയാകും. ഏതു തരത്തിലുള്ള സ്രാവവും സ്ത്രീകളെ അശുദ്ധയാക്കും, സ്ത്രീകളെയും പുരുഷന്മാരെയും അശുദ്ധരാക്കും.
രക്തസ്രാവം വഴി സ്ത്രീ അശുദ്ധയാകുന്നു. അപ്പോഴേ ഈ അശുദ്ധത 40 ദിവസത്തേക്ക് നീണ്ടു നിൽക്കുന്നു. പുരുഷ സന്തതിയാണെങ്കിൽ, പെൺകുഞ്ഞാണെങ്കിൽ 80. എന്തുകൊണ്ട് ഈ വ്യത്യാസം നമുക്കറിയില്ല. ഏതായാലും ഇതിൽ നിന്ന് ശുദ്ധീകരണത്തിന് വേണ്ടിയിട്ടാണ് ഈ ആട്ടിൻകുട്ടിയെയും പ്രാവിൻ കുഞ്ഞുങ്ങളെയും കൊടുക്കുക. പക്ഷേ പറയുന്നൊരു പ്രൊവിഷനുണ്ട്. ഒരാടിനെ കൊടുക്കാൻ മാത്രം സാമ്പത്തിക ശേഷി ഇല്ലാത്തവരാണ് മാതാപിതാക്കളെങ്കിൽ ആടിന് പകരം ഒരു പ്രാവിൻ കുഞ്ഞിനെ കൂടി കൊടുക്കുക. അങ്ങനെയാണ് ഇവിടെ മറിയവും യോസേപ്പും കൂടി 2 ചങ്ങാലികളെയും കൊണ്ടുവരിക. കാരണം ഒരാടിനെ വാങ്ങാൻ മാത്രമുള്ള സാമ്പത്തിക ശേഷി അവർക്കുണ്ടായിരുന്നില്ല അർത്ഥം. ഇപ്പോഴ് പുൽക്കൂട്ടിൽ ജനിച്ചവൻ അല്ലെങ്കിൽ കാലിത്തൊഴുത്തിൽ പിറന്നവൻ, പുൽത്തൊട്ടിയിൽ കിടന്നവൻ, പാവങ്ങളോട് താതാത്മ്യപ്പെട്ടവൻ, അവരുടെ മാതാപിതാക്കളും പാവങ്ങളാണ്. പാവങ്ങളുടെ കാഴ്ചയായ 2 ചങ്ങാലികളെയും കൊണ്ടാണ് വരിക. ഇനി എന്തിനാണ് ഈ ആടിനെ അല്ലെങ്കിൽ ചങ്ങാലിയെ കൊടുക്കുന്ന ചോദ്യം കൂടിയുണ്ട്. അത് ആദ്യജാതന്മാരെ വീണ്ടെടുക്കുന്നതിനെ കുറിച്ചൊരു പരാമർശമുണ്ട്. അത് പുറപ്പാട് പുസ്തകം 13-ാമത്തെ അധ്യായം 11 മുതൽ 16 വരെയുള്ള വാക്യങ്ങളിൽ കാണും. ആദ്യജാതരുടെ സമർപ്പണം. പുറപ്പാട് 13, 11, 16 വാക്യങ്ങൾ പ്രത്യേകമായിട്ടും ആദ്യജാതനെ വീണ്ടെടുക്കുന്നതിനെ കുറിച്ചാണ് പറയുക. മൃഗങ്ങളുടെയും മനുഷ്യരുടെയും എല്ലാം ആദ്യഫലം, ആദ്യജാതന്മാരെ ദൈവത്തിന് സമർപ്പിക്കുക എന്ന് പറഞ്ഞാൽ ബലി അർപ്പിക്കുക എന്നാണ് അർത്ഥം. കർത്താവിന് വിശുദ്ധമാണെന്ന് പറഞ്ഞാൽ കർത്താവിന് വേണ്ടി മാറ്റിവെക്കപ്പെട്ടതാണ്. ഒരാടിനെ കർത്താവിന് വിശുദ്ധമായി മാറ്റിവെക്കപ്പെട്ടാൽ മറ്റൊന്നുമില്ല, അതിൻ്റെ കഴുത്തെറുത്ത് രക്തം ബലിപീഠത്തിൽ തളിക്കും, മാംസം ബലിപീഠത്തിൽ ദഹിപ്പിക്കും. ഇപ്രകാരം സമർപ്പിക്കുന്നതിനാണ് വിശുദ്ധീകരിക്കാൻ, വിശുദ്ധമാക്കുക എന്ന് പറയും, മാറ്റിവെക്കുക, സ്വന്തമായി കൊടുക്കുക. പക്ഷേ ഒരു ആൺകുഞ്ഞിനെ അങ്ങനെ കൊല്ലാൻ പാടില്ലല്ലോ. അതുകൊണ്ട് ആൺകുട്ടിക്ക് പകരം ഒരു ആട്ടിൻകുട്ടിയെ കൊടുക്കണം. ഇനി എന്താണ് ആദ്യജാതന്മാരുടെ പ്രത്യേകത? നമുക്കറിയാം, പുറപ്പാട് സംഭവവുമായി ബന്ധപ്പെട്ടതാണ് ആദ്യജാത സമർപ്പണം. ഇസ്രായേൽ ജനങ്ങളെ വിമോചിപ്പിക്കാനായി ദൈവം ഈജിപ്തിലെ വലിയ അത്ഭുതങ്ങൾ പ്രവർത്തിച്ചു. അതിൽ 10-ാമത്തെ ഏറ്റവും മഹാ അത്ഭുതമാണ് ഈജിപ്തിലെ ആദ്യജാതന്മാരെല്ലാം, മനുഷ്യരുടെയും മൃഗങ്ങളുടെയും ആദ്യജാതന്മാരെല്ലാം വധിക്കപ്പെട്ട സംഭവം. ഇപ്രകാരം ഈജിപ്തുകാർ വധിക്കപ്പെട്ട സാഹചര്യത്തിൽ ഇസ്രായേലിൻ്റെ ആദ്യജാതന്മാർ വധിക്കപ്പെട്ടില്ല എന്നതാണ് ബൈബിൾ നമുക്ക് നൽകുന്ന സന്ദേശം. ഇപ്രകാരം ദൈവം തന്നെ തിരഞ്ഞെടുത്തു അതിനു വേണ്ടി മാറ്റിവെച്ച ആദ്യജാതന്മാരുടെ പ്രതീകമായി അവരെ വീണ്ടെടുക്കുന്നതിന് വേണ്ടി, ബലിയർപ്പിക്കുകയല്ല, വീണ്ടെടുക്കുന്നതിന് വേണ്ടി ഒരു ആട്ടിൻകുട്ടിയെ കൊടുക്കണം. ഇപ്രകാരമാണ് അതിന് ഫറവോ ജനത്തെ വിട്ടയക്കാൻ വിസമ്മതിച്ചപ്പോൾ ഈജിപ്തിലെ ആദ്യജാതന്മാരെ, നമ്മൾ പുറപ്പാട് പുസ്തകം 13-ാം അധ്യായം 15-ാമത്തെ വാക്യമാണ്, ഈജിപ്തിലെ ആദ്യജാതരെ, മനുഷ്യരുടെയും മൃഗങ്ങളുടെയും കടിഞ്ഞൂലുകളെയെല്ലാം കർത്താവ് സംഹരിച്ചു. അതിനാലാണ് മൃഗങ്ങളുടെ കടിഞ്ഞൂലുകളിൽ ആൺകുട്ടികളെയെല്ലാം ഞാൻ കർത്താവിന് ബലിയർപ്പിക്കുന്നത്, എന്നാൽ എൻ്റെ കടിഞ്ഞൂൽ പുത്രന്മാരെ ഞാൻ വീണ്ടെടുക്കുന്നു. ഇപ്രകാരം വീണ്ടെടുപ്പ്, ഇതാണ് ആദ്യത്തെ. ഇപ്പോൾ 2 കാര്യങ്ങളോട് പറയുന്നു. 1 സമർപ്പിക്കുന്നു, വീണ്ടെടുക്കുന്നു. 2 ശുദ്ധീകരണം. ശുദ്ധീകരണത്തെക്കുറിച്ച് നമ്മൾ പറഞ്ഞു. സ്രാവം മൂലം ഉണ്ടാകുന്ന അശുദ്ധി ഒരു ബാഹ്യമായ അശുദ്ധിയാണ്. ഇപ്രകാരമുള്ള സ്രാവം മുതലുള്ള അശുദ്ധിയിൽ നിന്ന് മോചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ശുദ്ധീകരണ കർമ്മം നടക്കുക. അതോടൊപ്പം ആദ്യജാതനെ ദൈവത്തിന് സമർപ്പിക്കുന്നു. ഈ സമർപ്പണവുമായി ബന്ധപ്പെട്ട് നടന്ന സംഭവങ്ങളാണ് നമ്മൾ പ്രധാനമായിട്ടും പഠിക്കേണ്ടത്, ചർച്ചാ വിഷയമാക്കേണ്ടതും. ഇവിടം കൊണ്ട് അവസാനിപ്പിക്കാമായിരുന്നു ലൂക്കായിക്ക്. പക്ഷേ അതല്ല പറയുന്നത്. ഇപ്രകാരം ഈ സമർപ്പണം നടത്തുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ് എന്ന് ലൂക്ക നമുക്ക് വ്യക്തമാക്കി തരികയാണ്. ദേവാലയത്തിലേക്ക് ഈ 2 പാവപ്പെട്ട ദമ്പതിമാർ 2 ചങ്ങാലികളെയും ഒരു കുഞ്ഞിനെയും കൊണ്ടുവന്ന് കുഞ്ഞിന് പകരമായി ചങ്ങാലികളെ കൊടുക്കുമ്പോൾ ഏറ്റവും പാവപ്പെട്ടവരാണവർ. അവരുടെ വരവും പോക്കും ആരും തിരിച്ചറിഞ്ഞില്ല. ആ കാഴ്ച സ്വീകരിച്ച പുരോഹിതൻ പോലും തിരിച്ചറിഞ്ഞില്ല തൻ്റെ മുമ്പിൽ നിൽക്കുന്നത് ആരാണ് എന്ന്. ഈ ലോകത്തിന് മുഴുവൻ രക്ഷകനായി തീരാനുള്ളവനാണ് ഈ ബലിയർപ്പിക്കാനായി കുഞ്ഞിനെയും കൊണ്ട് വന്നിരിക്കുന്നത്, പ്രാവിൻ കുഞ്ഞിനെയും കൊണ്ട് വന്നിരിക്കുന്നത് എന്ന് അയാൾക്ക് മനസ്സിലായില്ല. പക്ഷേ 2 വ്യക്തികൾ അവർ മാത്രമേ മനസ്സിലാക്കിയുള്ളൂ. യേശുവിനെ രക്ഷകനായി മനസ്സിലാക്കാൻ സാധിച്ച ഒരു വ്യക്തിയെക്കുറിച്ചാണ് ലൂക്ക ഇവിടെ പറയുന്നത്. ശിമയോൻ. ജെറൂസലമിൽ ശിമയോൻ എന്ന ഒരു മനുഷ്യൻ ജീവിച്ചിരിപ്പുണ്ടായിരുന്നു. അവൻ നീതിമാനും ദൈവഭക്തനും ഇസ്രായേലിൻ്റെ ആശ്വാസം പ്രതീക്ഷിച്ചിരുന്നവരുമാണ്. 3 കാര്യങ്ങൾ പറയാം. നീതിമാനായിരുന്നു. ആരാണ് നീതിമാൻ? ബൈബിൾ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. 15-ാം സങ്കീർത്തനം വായിച്ചു നോക്കുക. നീതിമാൻ്റെ വിവരണം തന്നെ അവിടെയുണ്ട്. അല്ലെങ്കിൽ 1-ാം സങ്കീർത്തനം. ദൈവത്തിൻ്റെ പ്രമാണങ്ങളനുസരിച്ച് ജീവിക്കുന്നവനാണ് നീതിമാൻ. ദൈവത്തോടും മനുഷ്യരോടുമുള്ള തൻ്റെ കടമകളെല്ലാം പൂർണ്ണമായി നിർവഹിക്കുന്നവനാണ്. ആർക്കെതിരെയും ദ്രോഹം ചെയ്യാത്തവൻ, നുണ പറയാത്തവൻ, സത്യം മാത്രം പറയുന്നവൻ. ഇപ്രകാരം നീതിനിഷ്ഠമായൊരു ജീവിതം, ദൈവത്തിന് പ്രീതികരമായൊരു ജീവിതം നയിക്കുന്ന വൃദ്ധനായൊരു മനുഷ്യൻ നീതിമാനായിരുന്നു, ദൈവഭക്തനായിരുന്നു. ദൈവഭക്തൻ ദൈവത്തിന് വേണ്ടി ജീവിതം സമർപ്പിച്ചവനാണ്. ദൈവമാണ് അവൻ്റെ ജീവൻ്റെ കേന്ദ്രം. ആ ദൈവത്തിൻ്റെ ഹിതമനുസരിച്ച് മാത്രമാണ് അവൻ ജീവിക്കുക. അവൻ നീതിമാനാണ്, ദൈവഭക്തനാണ്. ഇസ്രായേലിൻ്റെ ആശ്വാസം പ്രതീക്ഷിച്ചിരുന്നവനുമാണ്. ഇസ്രായേലിൻ്റെ ആശ്വാസം രക്ഷകനെ നൽകുമെന്ന പ്രതീക്ഷയായിരുന്നു. ദാവീദിൻ്റെ പുത്രനായൊരുവൻ വരും, മിശിഹായായിരിക്കും. ആ മിശിഹായ്ക്ക് വേണ്ടി കാത്തിരിക്കുന്നവൻ. ആ രക്ഷകനെ കാണാതെ മരിക്കുകയില്ല എന്ന് ഇദ്ദേഹത്തിന് ദൈവത്തിൻ്റെ ഒരു അരുളപ്പാടുണ്ടായി. പരിശുദ്ധാത്മാവിൻ്റെ പ്രചോദനം, പരിശുദ്ധാത്മാവ് അവൻ്റെ മേലുണ്ടായിരുന്നു. ദൈവത്തിൻ്റെ ആത്മാവിനാൽ നയിക്കപ്പെടുന്നവനാണ് നീതിമാൻ. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ശിമയോനെക്കുറിച്ച് പറയുമ്പോൾ നമുക്കും ഒരു മാതൃകയാവണം.
ഇസ്രായേലിൻ്റെ ആശ്വാസം പ്രതീക്ഷിക്കുന്നവൻ, രക്ഷ പ്രതീക്ഷിക്കുന്നവൻ, ചുറ്റുപാട് നടക്കുന്ന അഴിമതികളെയും അക്രമങ്ങളെയും കൊലപാതകങ്ങളെയും സ്നേഹരാഹിത്യത്തെയും കുറിച്ച് വിലപിക്കാൻ സാധിക്കുന്നവൻ, ഉള്ളുരുകി കരയാൻ കഴിയുന്നവൻ, ചെയ്യാൻ പറ്റുന്നതിൽ പ്രതികരിക്കുക, ഒന്നും സാധിക്കാത്തപ്പോൾ പ്രാർത്ഥനയിലൂടെ ഒരു നീതിനിഷ്ഠമായ സമൂഹത്തിന് വേണ്ടി കാത്തിരിക്കുക, ഹൃദയം നിറയെ സ്നേഹവും അതിൽ നിന്ന് ജനിക്കുന്ന ദുഃഖവുമായി. അപ്പോൾ ഇസ്രായേലിൻ്റെ ആശ്വാസം പ്രതീക്ഷിച്ചിരുന്നവനാണ് ശിമിയോൻ. ഇസ്രായേലിൻ്റെ ആശ്വാസം രാഷ്ട്രീയമായ വിമോചനത്തിലൂടെ അല്ല ലഭിക്കുന്നതെന്ന് അദ്ദേഹത്തിന് അറിയാമായിരുന്നു. ദൈവം തൻ്റെ ദൂതനെ അയക്കും, പക്ഷേ തൻ്റെ പുത്രനെയാണ് അയക്കാൻ പോകുന്നതെന്ന് ശിമിയോന് പോലും അറിയാൻ ഉണ്ടായിരുന്നില്ല. ദൈവത്തിൻ്റെ ആത്മാവ് അവൻ്റെ മേലുണ്ടായിരുന്നു. കർത്താവിൻ്റെ അഭിഷിക്തനെ കാണുന്നതുവരെ മരിക്കുകയില്ല എന്ന് പരിശുദ്ധാത്മാവ് അവന് വെളിപ്പെടുത്തിയിരുന്നു. ഭക്തനായ മനുഷ്യൻ പ്രാർത്ഥനയിലൂടെ, വചനശ്രവണത്തിലൂടെ, ധ്യാനത്തിലൂടെ ദൈവത്തിൻ്റെ ഹിതത്തിന്, ദൈവത്തിൻ്റെ വചനത്തിന് കാതോർക്കുന്നവനാണ്. പരിശുദ്ധാത്മാവൻ വെളിപ്പെടുത്തിയിരുന്നു. പരിശുദ്ധാത്മാവിൻ്റെ പ്രേരണയാൽ അവൻ ദേവാലയത്തിലേക്ക് വന്നു. നീതിമാനും ഭക്തനുമായ മനുഷ്യൻ്റെ പ്രവർത്തനങ്ങളെല്ലാം ആത്മാവിൻ്റെ പ്രേരണയ്ക്ക്, പ്രചോദനത്തിന് വിധേയമായിട്ടായിരിക്കും. നമുക്ക് 3 തരത്തിലുള്ള പ്രചോദനങ്ങളുണ്ടാകാം. എൻ്റെ തന്നെ തോന്നലുകളാകാം, ചിലപ്പോൾ മൈ ഓൺ ഫീലിങ്സ്, എൻ്റെ തോന്നലുകൾ. അല്ലെങ്കിൽ അശുദ്ധാത്മാവിൽ നിന്നുണ്ടാകുന്ന പ്രചോദനങ്ങളാകാം, പ്രലോഭനങ്ങളാണവ. അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ പ്രചോദനങ്ങളാകാം. അപ്പോൾ എൻ്റെ തോന്നലുകളും പിശാചിൻ്റെ പ്രലോഭനങ്ങളും പരിശുദ്ധാത്മാവിൻ്റെ പ്രചോദനങ്ങളും തിരിച്ചറിയാൻ സാധിക്കണം. വിശ്വാസം ആവശ്യമാണ്. അപ്പോൾ ദൈവാത്മാവിൻ്റെ പ്രചോദനമനുസരിച്ച് അവൻ വന്നു. അവൻ്റെ കണ്ണുകൾ പരിശുദ്ധാത്മാവ് തുറന്നു കൊടുത്തതാണ്. അവൻ ദേവാലയത്തിലേക്ക് വന്നു. നിയമപ്രകാരമുള്ള അനുഷ്ഠാനത്തിനായി ശിശുവിനെയും കൊണ്ട് മാതാപിതാക്കന്മാർ ദേവാലയത്തിൽ കൊണ്ട്, രണ്ടുപേരും ഒരുമിച്ചാണ് വരിക. മാതാപിതാക്കന്മാർ ശിശുവിനെയും കൊണ്ടുവരുന്നു. പരിശുദ്ധാത്മാ പ്രേരിതനായി ഈ വിശുദ്ധനായ വൃദ്ധൻ ശിമിയോൻ കടന്നു വരും ദേവാലയത്തിലേക്ക്. അയാൾ മാത്രമേ തിരിച്ചറിഞ്ഞു. പിന്നീട് അയാൾക്ക് ശേഷം ഒരു വൃദ്ധയായ ഹന്നായി. ശിമിയോൻ ശിശുവിനെ കയ്യിലെടുത്ത് ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് പറഞ്ഞു, എന്താണ് സ്തുതിക്കുക? ദൈവമേ, അങ്ങ് വാഗ്ദാനങ്ങൾ പൂർത്തിയാക്കിയതിന് ഞാൻ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ രക്ഷ കർത്താവെ, അവിടുത്തെ വാഗ്ദാനമനുസരിച്ച് ഇപ്പോൾ ഈ ദാസനെ സമാധാനത്തിൽ വിട്ടയക്കണമേ. തൃപ്തിയായി. ഇതിനു വേണ്ടിയാണ് ഞാൻ കാത്തിരുന്നത്. ഈ കുഞ്ഞിനെ ഒരു നോക്ക് കാണാൻ വേണ്ടി, ലോകത്തിൻ്റെ രക്ഷയായി വരുന്ന ഇവനെ കാണാൻ വേണ്ടി ഞാൻ കാത്തിരുന്നു. എൻ്റെ കണ്ണുകൾ സംതൃപ്തമായി. ഇനി എനിക്ക് മരിക്കാം, എനിക്ക് സമാധാനത്തിൽ പോകാം നിൻ്റെ അടുക്കിലേക്ക്. എനിക്കിനി ഒന്നും കാണാനില്ല. എൻ്റെ ആഗ്രഹങ്ങളെല്ലാം സഫലമായി. അപ്പോൾ യേശുവിൻ്റെ ദർശനത്തിൽ ഹൃദയം തൃപ്തമാകുന്ന, സകല ആഗ്രഹങ്ങളും പൂർണ്ണമാകുന്ന ഒരു മനുഷ്യൻ, ഇവനാണ് ഭക്തൻ, ഇവനാണ് പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുന്നവൻ. അങ്ങ് ഒരുക്കിയിരിക്കുന്ന രക്ഷ എൻ്റെ കണ്ണുകൾ കണ്ടു. എന്താണ് രക്ഷ? അത് വിജാതിയർക്ക് വെളിപാടിൻ്റെ പ്രകാശവും അവിടുത്തെ ജനമായ ഇസ്രായേലിൻ്റെ മഹിമയുമാണ്. ജനതകൾക്ക് പ്രകാശം, വെളിപാടിൻ്റെ പ്രകാശം. ഇതായിരുന്നു രണ്ടാം വത്തിക്കാൻ സിനോദോസ് പുറപ്പെടുവിച്ച ഏറ്റവും പ്രധാനപ്പെട്ട രേഖയായ സഭയെ സംബന്ധിച്ച പ്രബോധന രേഖ. ലൂമൻ ജെൻസിയും എന്ന് പറയും, ജനതകൾക്ക് പ്രകാശം. ഈ സഭ ലോകത്തിലെ ജനതകൾക്ക് പ്രകാശമായിരിക്കണം. ദൈവത്തിൻ്റെ പ്രകാശം എല്ലാവർക്കും എത്തിച്ചു കൊടുക്കുന്നവരായിരിക്കണം. ഇത് യേശയ്യായുടെ പുസ്തകത്തിൽ നിന്നാണ്. യേശയ്യായുടെ പുസ്തകം 42-ാമത്തെ അധ്യായത്തിൽ ദാസഗീതികൾ എന്ന് പറഞ്ഞ ഒരു കീർത്തനമുണ്ട്. ദാസഗീതികൾ 4 എണ്ണമുണ്ട്. അതിൽ ആദ്യത്തേത് 42-ാമത്തെ അധ്യായത്തിലാണ്. താല്പര്യമുണ്ടെങ്കിൽ POC ബൈബിളിൻ്റെ അടിക്കുറിപ്പ് വായിച്ചു നോക്കുക. 42-ാമത്തെ അധ്യായത്തിൻ്റെ അടിക്കുറിപ്പായിട്ട് കൊടുത്തിട്ടുണ്ട്. മറ്റ് 3 കീർത്തനങ്ങൾ ഏതൊക്കെയാണെന്ന് 42, 49, 50, 53. ഇവിടെ പറയുന്ന ഒരു കാര്യം ഇതാണ്. 42-ാമത്തെ അധ്യായം 6, 7 വാക്യങ്ങൾ. ഞാൻ നിന്നെ നീതി സ്ഥാപിക്കാൻ വിളിച്ചു, ഞാൻ നിന്നെ കൈക്കു പിടിച്ചു നടത്തി സംരക്ഷിച്ചു. അന്ധർക്ക് കാഴ്ച നൽകുന്നതിനും തടവുകാരെ കാരാഗൃഹത്തിൽ നിന്നും അന്ധകാരത്തിലിരിക്കുന്നവരെ ഇരുട്ടറയിൽ നിന്ന് മോചിപ്പിക്കുന്നതിനും വേണ്ടി ഞാൻ നിന്നെ ജനത്തിന് ഉടമ്പടിയും ജനതകൾക്ക് പ്രകാശവുമായി നൽകിയിരിക്കുന്നു. ഞാൻ നിന്നെ ജനത്തിന് ഉടമ്പടിയും ജനതകൾക്ക് പ്രകാശം. എല്ലാവരും നിൻ്റെ പ്രകാശത്തിൽ നടക്കണം. തമസോമ ജ്യോതിർഗമയ എന്നുള്ള പ്രാർത്ഥനയാണ് ഇവിടെയും കാണുക. നിന്നെ ഞാൻ ജനത്തിന് പ്രകാശമായി നൽകിയിരിക്കുന്നു. അന്ധകാരത്തിൽ കഴിയുന്ന ജനം മഹത്തായ പ്രകാശം കണ്ടു എന്ന് യേശയ്യ 9-ാമത്തെ അധ്യായത്തിൽ പറയും. നിന്നെ ഞാൻ ജനത്തിന് പ്രകാശമായി നൽകിയിരിക്കുന്നു. ലൂമൻ ജെൻസിയും ഇത് തന്നെയാണ് 49-ാമത്തെ അധ്യായം 2-ാമത്തെ കീർത്തനത്തിൽ പറയുന്നത്. 49-ാമത്തെ അധ്യായം 6-ാമത്തെ വാക്യം. അവിടുന്ന് അരുളി ചെയ്തു, യാക്കോബിൻ്റെ ഗോത്രത്തെ ഉയർത്താനും ഇസ്രായേലിൽ അവശേഷിച്ചിരിക്കുന്നവരെ ഉദ്ധരിക്കാനും നീ എൻ്റെ ദാസനായിരിക്കുക വളരെ ചെറിയ കാര്യമാണ്. എൻ്റെ രക്ഷ ലോകാതിർത്തി വരെ എത്തുന്നതിന് ഞാൻ നിന്നെ ലോകത്തിൻ്റെ പ്രകാശമാക്കും. ലോകത്തിൻ്റെ പ്രകാശമാകും. ശിമയോൻ പറയുന്നതാണ്, ഈ ശിശു ആരാലും അറിയപ്പെടാതെ 2 ചങ്ങാലികളെ മാത്രം കാഴ്ച കൊടുക്കാൻ കഴിയുള്ള പാവപ്പെട്ട ദമ്പതികളുടെ മകനായി ജനിച്ചിരിക്കുന്ന ഈ ശിശു ലോകത്തെ മുഴുവനും പ്രകാശിപ്പിക്കുന്നവരാണ്. ലോകത്തിൻ്റെ പ്രകാശമാണ്, ജനതകൾക്ക് പ്രകാശം. അന്ധകാരത്തിൽ കഴിയുന്നവർക്ക് ഇവനാണ് പ്രകാശം. പിന്നീട് യേശു പറയും, ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാണ്. എന്നെ അനുഗമിക്കുന്ന അന്ധകാരത്തിൽ നടക്കുന്നില്ല, അവന് ജീവൻ്റെ പ്രകാശമുണ്ടാകും. ഇരുളിൽ പ്രകാശിക്കുന്ന പ്രകാശം, അതിനെ കുത്തിക്കെടുത്താൻ ഒരു ശക്തിക്കും സാധിക്കുകയില്ല. അന്ധകാരവുമായുള്ള സംഘട്ടനത്തെക്കുറിച്ച് യോഹന്നാൻ എഴുതിയ സുവിശേഷം 1-ാമത്തെ അധ്യായത്തിൽ പറയുന്നുണ്ട്.
ഈ പ്രകാശം അന്ധകാരത്തിൽ പ്രകാശിക്കുന്നു, അന്ധകാരത്തിന് അതിനെ കീഴടക്കാൻ സാധിച്ചില്ല. ഇരുളും വെളിച്ചവും. പക്ഷെ അന്ധകാര ശക്തികൾ ഇതിനെ കീഴടക്കാനായിട്ട് ശ്രമിക്കും. അവസാനം യേശുവിൻ്റെ മരണസമയത്ത് പ്രകാശത്തെ കുത്തിക്കെടുത്തുന്നതായിട്ട് തോന്നുകയും ചെയ്യും. നട്ടുച്ചയ്ക്ക് സൂര്യൻ അസ്തമിച്ചു, 3 മണിക്കൂർ നേരം അന്ധകാരം വ്യാപിച്ചു, ഏറ്റവും കനത്ത അന്ധകാരം. അപ്പോൾ ഇവനെ ജീവൻ്റെ പ്രകാശമായി, ലോകത്തിൻ്റെ പ്രകാശമായി നിശ്ചയിച്ചിരിക്കുന്നു. വിജാതിയർക്ക് വെളിപാടിൻ്റെ പ്രകാശവും അവിടുത്തെ ഇസ്രായേലിൻ്റെ മഹിമയുമാണ്. ഇസ്രായേൽ തിരഞ്ഞെടുക്കപ്പെട്ട ജനമാണ്, അബ്രാഹത്തിൻ്റെ സന്തതികൾ, ലോക ജനതകളെല്ലാവരും. അപ്പോൾ ഈ ലോക ജനതകളെ എല്ലാവരെയും ഇസ്രായേലിനെയും ഒരുമിപ്പിച്ച് ഒരൊറ്റ ജനതയാക്കാൻ വേണ്ടിയിട്ടാണ് ഇതിന് വന്നിരിക്കുന്നത്. ഇനി അങ്ങോട്ട് വിജാതിയെന്നോ സുജാതിയെന്നോ വ്യത്യാസമില്ല, എല്ലാം തുല്യരാണ്. അബ്രാഹത്തിൻ്റെ മക്കളാണ് എല്ലാവരും. ശാരീരികമായി ജനിക്കുന്നത് മാത്രമല്ല അബ്രാഹത്തിൻ്റെ മക്കൾ. യേശു പറഞ്ഞല്ലോ, സഖ്യയൂസിന് വീട്ടിൽ ചെന്നപ്പോൾ ഇവരും അബ്രാഹത്തിൻ്റെ സന്തതിയാണ്. കൂനിയായ സ്ത്രീയെ സുഖപ്പെടുത്തിയപ്പോൾ ഇവൾ അബ്രാഹത്തിൻ്റെ സന്തതിയാണ്. അബ്രാഹത്തിൻ്റെ സന്തതിയെക്കുറിച്ച് പൗലോസ് പറയും, ശരീരത്തിന് ജനിച്ചവർ മാത്രമല്ല അബ്രാഹത്തിൻ്റെ സന്തതി, അബ്രാഹത്തിന് വാഗ്ദാനം സ്വീകരിക്കുന്നവൻ, യേശുവിലൂടെ സ്വീകരിക്കുന്നവനാണ്. അപ്പോൾ ഇവൻ ജനതകൾക്ക് പ്രകാശമാണ്, എല്ലാവർക്കും ഉടമ്പടിയുടെ അടയാളമാണ്. അപ്പോൾ ഇവൻ ഇസ്രായേലിൻ്റെ മഹിമയാണ്, ദൈവത്തിൻ്റെ മഹത്വം ഇവനിലൂടെ പ്രകടമാകും. അപ്പോൾ ഈ ശിശുവിനെക്കുറിച്ച് ഈ വൃദ്ധൻ പറയുന്നതെല്ലാം കേട്ട് അമ്പരന്ന് നിൽക്കുകയാണ്. ഇവനെക്കുറിച്ച് പറയപ്പെട്ടതെല്ലാം കേട്ട് അവൻ്റെ പിതാവും മാതാവും അത്ഭുതപ്പെട്ടു. ശിമയോൻ അവരെ അനുഗ്രഹിച്ചുകൊണ്ട് അവൻ്റെ അമ്മയായ മറിയത്തോട് പറഞ്ഞു. ശ്രദ്ധിച്ചു വായിക്കണം ഇനി പറയുന്ന കാര്യങ്ങൾ. ഇത്രയും പറഞ്ഞ് സന്തോഷകരമായ കാര്യമാണ്, പ്രകാശമാണ്. അന്ധകാരത്തിലിരിക്കുന്നവർക്ക് വലിയ പ്രകാശം, വലിയ സന്തോഷത്തിന് സദ്വാർത്ത, രക്ഷകൻ ജനിച്ചിരിക്കുന്നു. പക്ഷേ ഈ സന്തോഷത്തിന് സദ്വാർത്ത എപ്രകാരം ദുഃഖകരമായി തീരുന്നു എന്ന് തുടർന്ന് പ്രവചിക്കുകയാണ്. വലിയ ഒരു വിരോധാഭാസം പോലെ. അമ്മയായ മറിയത്തോട് പറഞ്ഞു, ഇവൻ ഇസ്രായേലിൽ പലരുടെയും വീഴ്ചയ്ക്കും ഉയർച്ചയ്ക്കും കാരണമാകും. പലരുടെയും വീഴ്ചയ്ക്കും ഉയർച്ചയ്ക്കും കാരണമാകും. ഇവൻ വിവാദ വിഷയമായ അടയാളവുമായിരിക്കും. എന്താ അതിൻ്റെ അർത്ഥം? രക്ഷകൻ എങ്ങനെ അനേകരുടെ വീഴ്ചയ്ക്ക് കാരണമായി തീരുന്നു? ദൈവം മനഃപൂർവ്വം കെണിവെക്കുകയാണോ യേശുവിലൂടെ മനുഷ്യർക്ക്? എന്തുകൊണ്ടിവൻ അനേകർക്ക് വീഴ്ചയ്ക്ക് കാരണമായി തീരുന്നു? യേശു കാരണമായി തീരുകയല്ല. യേശു പറഞ്ഞൊരിക്കൽ, നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഞാൻ സമാധാനമാണ് ഭൂമിയിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. നല്ല സമാധാനമല്ല, വാളാണ് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത്. മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടൊരു വാക്കാണ് യേശു പറയുക. ഇനി മുതൽ 5 പേരുള്ളൊരു വീട്ടിൽ ഭിന്നതയുണ്ടാകും. അപ്പൻ മകനെതിരായും മകൻ അപ്പനെതിരായും, അമ്മ മകൾക്കെതിരായും മകൾ അമ്മയ്ക്കെതിരായും പരസ്പരം ഭിന്നിക്കുന്നു യേശുവിൻ്റെ പേരിൽ. അപ്പോൾ വാള് ആണ് കൊണ്ടുവന്നിരിക്കുന്നത്. ഇങ്ങനെ ഭിന്നിപ്പിക്കാൻ വേണ്ടിയാണോ യേശു വരിക? അങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ് രക്ഷയായി തീരുക? അതിന് ലൂക്കാ കൊടുത്തൊരു ഭാഷ്യമുണ്ട്. ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് സമാധാനമല്ല, ഭിന്നതയാണ്. എന്തേ ഭിന്നതയുണ്ടാകുന്നു? എപ്പോഴാണ് ഭിന്നത ഉണ്ടാകുന്നതോട് ചോദിക്കുന്നതാണ്. ഭിന്ന അഭിപ്രായങ്ങളുണ്ടാകുന്നു. ഒരേ കാര്യത്തെക്കുറിച്ച് 2 കാഴ്ചപ്പാടുകളുണ്ടാകുന്നു, 2 തീരുമാനങ്ങളുണ്ടാകുന്നു. അപ്രകാരമാണ് ഭിന്നത ഉണ്ടാവുക. അപ്പോൾ യേശുവിൻ്റെ സാന്നിധ്യത്തിൽ ഒരു ഭിന്നത ആവശ്യമായി തീരുന്നു. ഒന്നുകിൽ അവനെ സ്വീകരിക്കുക, അല്ലെങ്കിൽ അവനെ തിരസ്കരിക്കുക. യേശുവിൻ്റെ സാന്നിധ്യത്തിൽ ആർക്കും നിസ്സംഗതയോടെ നിർവികാരനായി നിൽക്കാൻ സാധിക്കുകയില്ല. അതാണ് ചുരുക്കം. നിന്നെപ്പോലെ നിൻ്റെ അയൽക്കാരനെ സ്നേഹിക്കുക എന്ന് പറയുന്നത് ഒന്നുകിൽ സ്നേഹിക്കുക അല്ലെങ്കിൽ വെറുക്കുക. ഒന്നുകിൽ യേശുവിനെ സ്വീകരിക്കണം അല്ലെങ്കിൽ തിരസ്കരിക്കണം. ഒന്നുകിൽ സ്നേഹിക്കണം അല്ലെങ്കിൽ വെറുക്കണം. അംഗീകരിക്കാത്തവൻ കൊല്ലാൻ ശ്രമിക്കും, അംഗീകരിക്കുന്നവൻ മരിക്കാൻ തയ്യാറാകും. അപ്പോൾ യേശുവിൻ്റെ സാന്നിധ്യം ഈ ഭൂമിയിൽ വലിയ ഒരു തീരുമാനമെടുക്കാൻ പ്രേരിപ്പിക്കുന്ന ശക്തിയായി മാറുകയാണ്. അതുകൊണ്ടാണ് പറയുക, അവൻ തർക്കത്തിൻ്റെ അടയാളമായി തീരും. എ സൈൻ ദാറ്റ് വിൽ ബി കോൺട്രഡിക്റ്റഡ്. അനേകം ഹൃദയങ്ങളെ വെളിപ്പെടുത്തുന്ന തർക്കത്തിൻ്റെ അടയാളമായി തീരും. സത്യത്തിന് മുമ്പിൽ നിൽക്കുമ്പോഴാണ് മിഥ്യ എന്താണെന്ന് മനസ്സിലാവുക. പ്രകാശം കടന്നു വരുമ്പോഴാണ് പുഴുക്കുത്തുകൾ വെളിവാകുന്നത്. അപ്പോൾ യേശുവിൻ്റെ സാന്നിധ്യത്തിൽ ഞാനൊരു തീരുമാനമെടുക്കാൻ നിർബന്ധിതനാകുന്നു. യേശുവിനെക്കുറിച്ച് എവിടെയെല്ലാം പ്രസംഗിക്കുന്നുവോ, യേശു എവിടെയെല്ലാം കടന്നു വരുന്നുവോ, അവിടെയെല്ലാം ഈ തീരുമാനം നിർബന്ധമായി ഉണ്ടാകും. നമുക്കറിയാം, യോഹന്നാൻ സുവിശേഷം 9-ാമത്തെ അധ്യായത്തിൽ ഒരു കുരുടൻ്റെ കഥ പറയുന്നു. അതുവരെ ജെറൂസലം ദേവാലയത്തിൻ്റെ പടിവാതിൽക്കൽ ഭിക്ഷ യാചിച്ചിരുന്ന കുരുടൻ, അവൻ യേശുവിൻ്റെ പ്രവർത്തനം വഴി കാഴ്ച കിട്ടിയപ്പോൾ അവർ തർക്ക വിഷയമായി. അനേകവരെന്നെ ചോദ്യം ചെയ്തു, ഫരിസേയരും നിയമജ്ഞരും ചോദ്യം ചെയ്തു. ചിലർ പറഞ്ഞു, ഇവൻ വെറും നുണയനാണ്, ഇവൻ യാസത്തിൽ കുരുടനായിരുന്നില്ല, അഭിനയിച്ചതേ ഉള്ളൂ. മാതാപിതാക്കന്മാർ വിളിച്ചു ചോദിച്ചു, അവൻ കുരുടനായി ജനിച്ചാണ്, പക്ഷേ എങ്ങനെ ഇവന് കാഴ്ച കിട്ടുന്ന എനിക്കറിയാൻ പാടില്ല. തർക്കമായി വിതർക്കമായി. അവസാനം ചോദിച്ചു, നീ അവനെക്കുറിച്ച് എന്തു പറയുന്നു? ഈ കാഴ്ച തന്നവൻ, അവനൊരു പ്രവാചകനാണ്. പക്ഷേ അവൻ സ്വീകരിക്കാൻ തയ്യാറായില്ല. തുടർന്നുള്ള വിവാദം വായിച്ചു നോക്കുക. വിവാദത്തിൻ്റെ അവസാനം ഈ ഫരിസേയ നേതാക്കന്മാർ കുരുടനെ പുറത്താക്കുകയാണ്. മഹറം ചൊല്ലി സമൂഹത്തിന് ഭ്രഷ്ട് കൽപ്പിച്ച് പുറത്താക്കി. ഈ പുറത്താക്കിപ്പെട്ടു എന്നറിഞ്ഞപ്പോൾ യേശു അവനെ തേടി വന്നു. സമൂഹത്തിന് പുറത്താക്കിയവരെ തേടി വന്നു, ചോദിച്ചു, നീ മനുഷ്യപുത്രൻ വിശ്വസിക്കുന്നുവോ? ആരാണവൻ? നിന്നോട് സംസാരിക്കുന്നത് തന്നെയാണ്, ഞാൻ കണ്ടു കഴിഞ്ഞു. വിശ്വസിക്കുന്നു കർത്താവേ എന്ന് പറഞ്ഞ് അവൻ നമസ്കരിക്കുമ്പോഴാണ് മറ്റുള്ള ഫരിസേയ നേതാക്കന്മാർ വരിക. അപ്പോൾ യേശു പറഞ്ഞു, ഞാൻ വന്നിരിക്കുന്നത് കുരുടന്മാർക്ക് കാഴ്ച നൽകുന്നതിനും യേശുവിൻ്റെ സാന്നിധ്യത്തിൽ ഓരോരുത്തരും തീരുമാനമെടുക്കാൻ നിർബന്ധിതരാവുകയാണ്. കുരുടനായിരുന്നൊരു വ്യക്തി യോഹന്നാൻ സുവിശേഷം 9-ാമത്തെ അധ്യായത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്.
ദേവാലയ വാതുക്കൽ ഭിക്ഷ യാചിച്ചുകൊണ്ടിരുന്നപ്പോൾ അവൻ ആരുടെയും ശ്രദ്ധ പിടിച്ചു പറ്റിയില്ല. പക്ഷേ യേശു അവന് കാഴ്ച കൊടുത്തപ്പോൾ അവൻ ശ്രദ്ധയുടെ കേന്ദ്രമായി തീർന്നു. നേതാക്കന്മാർ അവനെ ചോദ്യം ചെയ്തു. അവൻ കുരുടനല്ലായിരുന്നുവെന്ന് പറഞ്ഞ് അവൻ നുണയനായി സ്ഥാപിക്കാൻ ശ്രമിച്ചു. അവൻ പറഞ്ഞു, ഞാൻ കുരുടനായിരുന്നു. മാതാപിതാക്കന്മാർ ചോദിച്ചു. മാതാപിതാക്കന്മാർ പറഞ്ഞു, ഞങ്ങളുടെ മകൻ ആണിവൻ, അവൻ കുരുടനായി ജനിച്ചതാണെന്ന് ഞങ്ങൾക്കറിയാം തീർച്ചയായിട്ടും. പക്ഷേ ആരവന് കാഴ്ച കൊടുത്തു എങ്ങനെയാണെന്നറിയില്ല. അവരോട് തന്നെ ചോദിക്കുക. അവസാനം തർക്കത്തിൻ്റെ ഒടുവിൽ ഫരിസേയർ ഈ കുരുടനായി ജനിച്ചവനെ പുറത്താക്കുകയെ. കാരണം അവൻ യേശുവിനെ ഏറ്റുപറഞ്ഞു. യേശു പ്രവാചകനാണെന്നും ദൈവത്താൽ അയക്കപ്പെട്ടവനാണെന്നും പാപി അല്ലെന്നും ഏറ്റുപറഞ്ഞതുകൊണ്ട് യേശുവിനെ ഏറ്റുപറയുന്നവരെ പുറത്താക്കാൻ തീരുമാനിച്ചിരുന്ന സമൂഹം അവനെ ഭ്രഷ്ട് കൽപ്പിച്ച് പുറത്താക്കി. അപ്പോഴാണ് യേശു കടന്നു ചോദിക്കുക, നീ ദൈവപുത്രനിൽ വിശ്വസിക്കുമോ, മനുഷ്യപുത്രനിൽ വിശ്വസിക്കുന്നുവോ? ആരാണ് കർത്താവേ? എനിക്കറിയില്ല. കുരുടൻ പറഞ്ഞു, നിന്നോട് സംസാരിക്കുന്നതിനെയാണ് അത്. നീ അവനെ കണ്ടു കഴിഞ്ഞ് യേശു സ്വയം വെളിപ്പെടുത്തുകയായി. കർത്താവെ, ഞാൻ വിശ്വസിക്കുന്നു പറഞ്ഞ് കുരുടൻ യേശുവിൻ്റെ മുമ്പിൽ പ്രണമിച്ചു. അപ്പോഴാണ് ഫരിസേയർ ഒന്ന് ചോദിക്കുക. ഫരിസേയർ ഒന്ന് കുറ്റാരോപണവുമായി. അപ്പോൾ യേശു അവരോട് പറയും, ഞാൻ വന്നിരിക്കുന്നത് അന്ധർക്ക് കാഴ്ച കൊടുക്കാനും കാഴ്ചയുള്ളവരുടെ കാഴ്ച എടുത്തു കളയാനും വേണ്ടിയാണ്. അപ്പോൾ ഫരിസേയർ ചോദിച്ചു, അപ്പോൾ ഞങ്ങൾ അന്ധരാണോ കാഴ്ചയുള്ളവരാണോ? യേശു പറഞ്ഞു, നിങ്ങൾ അന്ധരായിരുന്നെങ്കിൽ നിങ്ങൾക്ക് തെറ്റുണ്ടാകുമായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ നിങ്ങൾ കാണുന്നു എന്ന് പറയുന്നു, അതിനാൽ നിങ്ങളുടെ പാപം നിലനിൽക്കുന്നു. കാണുന്നുവെന്ന് നടിക്കുകയും യഥാർത്ഥത്തിൽ കാണേണ്ടത് കാണാതിരിക്കുകയും ചെയ്യുക മാനസാന്തരത്തിന് സാധ്യതയില്ലാത്തൊരു അവസരമാണ്. ഇപ്രകാരം ഉള്ള ഒരു അന്ധമായ ലോകത്തിൻ്റെ മുമ്പിലേക്ക് കടന്നു വരുന്ന യേശു തിരസ്കരിക്കപ്പെടുക സ്വാഭാവികമാണ്. അതാണ് ഇന്ന് ലോകത്തിലെ അനേകം രാജ്യങ്ങൾ നടക്കുന്നത്. നമ്മുടെ ഭാരതത്തിലെ ചില സമൂഹങ്ങളിൽ അടക്കം യേശുവിനെ തിരസ്കരിക്കുന്ന സമൂഹം, യേശുവിനെ സ്വീകരിക്കാൻ സന്നദ്ധരാകാത്തവർ യേശുവിൻ്റെ അനുയായികളെ വധിക്കുന്നത് കഴിഞ്ഞ 2000 വർഷമായി കണ്ടുകൊണ്ടേയിരിക്കുകയാണ്. ഇത് മാതാവിനും വലിയ ഒരു ദുഃഖത്തിൻ്റെ കാരണമായി തീരും. അതാണ് ശിമോൻ പറയുക, അനേകരുടെ ഹൃദയവിചാരങ്ങൾ വെളിപ്പെടുന്നതിൻ്റെ ഹൃദയത്തിലൂടെ ഒരു വാൾ തുളച്ചു കയറും മാതാവിൻ്റെ ഹൃദയത്തിലൂടെ. യേശുവിൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ട് അനേകം ക്ഷതങ്ങളേറ്റവളാണ് അമ്മ. ഗർഭധാരണം മുതൽ യേശുവിൻ്റെ മരണം വരെയുള്ള ആ ജീവിതം മുഴുവനും ഈ ഒരു വലിയ ദുഃഖത്തിൻ്റെയും ഭയത്തിൻ്റെയും ഒക്കെ ഇതിനിടയിലാണ് അമ്മ ജീവിച്ചത്. ജനിക്കാനിടമില്ലാതെ ജനിച്ചവൻ, ജനനത്തിന് തൊട്ടു പിന്നാലെ വേട്ടയാടപ്പെടുന്നവൻ, അവസാനം പരസ്യജീവിതത്തിൽ കല്ലെറിയാനായിട്ട് കൊണ്ടുപോകുന്ന ദേവാലയത്തിൽ നിന്ന് പുറത്തള്ളപ്പെടുന്നവൻ, അവസാനം ആർക്കും വേണ്ടാത്തവനായി ദൈവദൂഷകനായി രാജദ്രോഹിയായി മുദ്രകുത്തി റോമൻ അധികാരികൾ പിടികൂടി കുരിശു തറയ്ക്കുമ്പോൾ ആ കുരിശിന് താഴെയും മറിയം നിൽക്കും. നിൻ്റെ ഹൃദയത്തിലൂടെ ഒരു വാൾ തുളച്ചു. പക്ഷേ ഹൃദയത്തിൽ തുളച്ചു കയറിയ വാളും കൊണ്ട് അമ്മ നടന്നു, വിശ്വസിച്ചുകൊണ്ട് യേശുവിനോട് ചേർന്ന് നിന്നു, ഒരിക്കലും തള്ളി പറഞ്ഞില്ല. ലഭിച്ച ദൗത്യം അവൾ അങ്ങേയറ്റം പൂർണ്ണമായി നിറവേറ്റി. വിശ്വസിച്ചവൾ ഭാഗ്യവതി എന്ന് എലിസബത്ത് അവളെ നോക്കി ഉദീരണം ചെയ്തു. മാതാവിൻ്റെ ജീവിതം മുഴുവനും ഇപ്രകാരം ഒരു വിശ്വാസത്താൽ നയിക്കപ്പെട്ടതായിരുന്നു. ഇപ്പോഴേ ഈ സമർപ്പണത്തിൻ്റെ ദിവസം, മാതാവിൻ്റെ ശുദ്ധീകരണവും യേശു സമർപ്പണവും ഒക്കെ ധ്യാന വിഷയമാക്കുന്ന ദിവസം നമ്മൾ ഓർക്കണം, നമ്മളും സമർപ്പിതരാണ്. നമ്മൾ ഓരോ വ്യക്തികളും ദൈവത്തിന് സമർപ്പിതരാണ്. നമ്മളെ നയിക്കേണ്ട ചൈതന്യം ദൈവത്തിൻ്റെ പ്രമാണമായിരിക്കണം, സ്നേഹത്തിൻ്റെ പ്രമാണം. നമുക്ക് പ്രകാശമായി നിൽക്കേണ്ടവനാണ്, ലോകത്തിൻ്റെ പ്രകാശമാണെന്ന് പറഞ്ഞ യേശു. യേശുവിൻ്റെ പ്രകാശത്തിലൂടെ കടന്നു പോകുമ്പോൾ മാതാവിന് സംഭവിച്ചതുപോലെ നമുക്കും ഹൃദയത്തെ തുളച്ചു കയറുന്ന വാളുകളുണ്ടായി വരും, പീഡനങ്ങളേറ്റേണ്ടി വരും. കഴിഞ്ഞ ദിവസം നമുക്ക് കണ്ടതാണ്, 21 ക്രൈസ്തവരെ കഴുത്തറത്ത് കൊല്ലുമ്പോൾ പുഞ്ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന വ്യക്തികൾ. മുഖം മൂടി ധരിച്ച കാപാലികർ പുറകിൽ നിന്ന് കഴുത്തറക്കുമ്പോൾ കഴുത്തറക്കപ്പെടുന്ന വ്യക്തികളുടെ മുഖത്തിൽ ഇന്ന് പുഞ്ചിരിയും സന്തോഷവുമാണ്. ഇപ്രകാരം ക്രിസ്തുവിന് വേണ്ടി മരിക്കാൻ സന്നദ്ധരാകുന്ന ആയിരക്കണക്കിന് ആളുകൾ ഇന്നുമുണ്ട്. അവരുടെ ഉള്ളിലെല്ലാം നിറയുന്ന സന്തോഷവും സമാധാനവും സഹോദര സ്നേഹവുമാണ്. അപ്രകാരം സ്നേഹിക്കാൻ, ജീവൻ കൊടുത്തും സ്നേഹിക്കാനായിട്ടുള്ള ഒരു സമർപ്പണമാണ് നമ്മളെല്ലാവരും നടത്തുന്നത്. ദൈവത്തിൻ്റെ മക്കളായിരിക്കും. തൻ്റെ ഏകജാതന് നൽകാൻ മാത്രം ദൈവം ലോകത്തെ അത്രയേറെ സ്നേഹിച്ചു എന്ന് പറയുമ്പോൾ നമ്മളെയും സ്നേഹിച്ചതാണ് അവൻ. ആ സ്നേഹത്തിനുള്ള പ്രതികരണം സ്വയം സമർപ്പിച്ചുകൊണ്ടാകണം. യേശു ദേവാലയത്തിൽ സ്വയം സമർപ്പിച്ചതുപോലെ നമുക്കും നമ്മളെ തന്നെ ദൈവകരങ്ങൾ സമർപ്പിക്കാം. അവിടുത്തെ ചൈതന്യം നമ്മെ നയിക്കട്ടെ. അവിടുത്തെ കരുണയിലും പരിപാലനയിലും സ്നേഹത്തിനുള്ള വിശ്വാസം നമുക്കെപ്പോഴും പ്രചോദനവും തുണയുമാകട്ടെ. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. കാരുണ്യവാനും സ്നേഹനിധിയുമായ ദൈവമേ, അങ്ങയുടെ പുത്രനെ ഈ ഭൂമിയിലേക്ക് അയച്ച് ഞങ്ങൾക്കെല്ലാവർക്കും രക്ഷ നൽകാനുള്ള പ്രകാശമായിട്ടാണ്. ജനതകൾക്ക് പ്രകാശം, ജനത്തിന് മഹത്വം. എല്ലാവരെയും, എല്ലാ ജനതകളെയും, എല്ലാ മതങ്ങളെയും, എല്ലാ വ്യക്തികളെയും യേശുവാകുന്ന ഒരേ കേന്ദ്രത്തിൽ ഒന്നിപ്പിക്കാനായി അവിടുത്തെ തിരുപുത്രനെ ഈ ഭൂമിയിലേക്ക് അയച്ച ആ വലിയ കൃപയ്ക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. ഞങ്ങളുടെ പൂർവികരോടൊപ്പം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. തമസോമ ജ്യോതിർഗമയ, ലോകത്തിൻ്റെ പ്രകാശമായ യേശുവെ, ഞങ്ങളെല്ലാവരെയും പ്രകാശിപ്പിക്കണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ദൈവമേ, ആമേൻ.